നമ്മൾ സ്ക്വയർസ്, ക്യൂബ്, ലെറ്റേഴ്സിനോടുള്ളൊരു പരിചയം, അങ്ങനെ ബേസിക്സ് ആയിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരുന്നേക്കാളും മുമ്പ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. നേരിട്ടൊരു ടോപ്പിക്കിലേക്ക് പോകണമെങ്കിൽ ആ ഓർഡറിൽ അത്യാവശ്യം ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിലേറ്റിവിറ്റി വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. എവിടെയാണ് നമുക്ക് സമയം ലാഭിക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ചോദ്യങ്ങളിൽ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. സീരീസ് എന്ന് പറയുന്ന ഒരു ഏരിയ, സീരീസിന്റെ പ്രത്യേകത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, അതിൽ മാത്രമല്ല ലോജിക്കൽ റീസണിങ്, അതിലും വരാറുള്ള ഒരു ടോപ്പിക്കാണ് സീരീസ്. നമ്പർ സീരീസ് ഉണ്ട്, ലെറ്റർ സീരീസ് ഉണ്ട്, വേർഡ് സിമാൻറ്റിക് സീരീസ്. നമ്പർ സിമാൻറ്റിക് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടും വരാറുണ്ട്. യു ക്യാൻ സീ ഓൾ ദാറ്റ് ഇൻ KMAT ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം പ്രീവിയസ് ഇയേഴ്സ്. പ്രത്യേകിച്ച് കേരള മാറ്റിൻ്റെ 2019 പേപ്പറിൽ സിമാൻറ്റിക്കിൻ്റെ ടൈപ്പുകൾ 2-3 കണ്ടായിരുന്നു. സീരീസ് നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ തന്നെ തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 6, 11, 21, 36, 56 ഡാഷ്. സീരീസ് എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അഥവാ ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. ഒന്നെങ്കിൽ ഈ ബ്ലാങ്കിന്റെ പകരം വരേണ്ടത് എന്താണെന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ മിസ്സിംഗ് ടേം ഫൈൻഡ് ചെയ്യുക. പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം. ഇത്രയൂടി പ്രിസൈസ് ആയിട്ട് ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു, സീക്വൻസിനെ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഈ ബ്ലാങ്ക് ഇവിടെ മാത്രമല്ല, എവിടെയും വരാം. സോ സീക്വൻസിനെ കംപ്ലീറ്റ് ചെയ്യാം, അതാണ് നമ്മുടെ ആവശ്യം. ചോദ്യം തന്ന ഉടനെ ചെയ്യാൻ തുടങ്ങി, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും ചോദ്യം കാണാമല്ലോ. ശ്രദ്ധിക്കുകയോ ഞാൻ പറയുന്നത്. സീരീസ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ഫൈൻഡിങ് ദ മിസ്സിംഗ് നമ്പർ എന്ന് മാത്രമല്ല, സീക്വൻസിനെ കംപ്ലീറ്റ് ചെയ്യുക. അതെന്തുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു എന്ന് വെച്ചാൽ, ഈ നമ്പർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് വരുന്ന എല്ലാ നമ്പേഴ്സും, മേ ബി അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്പേഴ്സ്, അവർക്കും റെലവെൻ്റ് ആവണം നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഫോർമുല അല്ലെങ്കിൽ പാറ്റേൺ. സോ കംപ്ലീറ്റ് ദ സീരീസ്, കംപ്ലീറ്റ് ദ സീക്വൻസ് എന്നാണ് ഇതിന് ഏറ്റവും യോജിച്ച പേര്. ഇസ് ഇറ്റ് ക്ലിയർ? ചോദ്യത്തിലേക്ക് നോക്കാം. നിങ്ങളിൽ പലരും ചെയ്യാൻ ശ്രമിച്ചു, ഉത്തരങ്ങൾ കിട്ടി എന്നറിയാം. ഉത്തരങ്ങൾ കിട്ടിയ ആൾക്കാർ, ഇതിനു വേണ്ടി റഫ് വർക്ക് ചെയ്ത ആൾക്കാർ എല്ലാവരും ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് കേൾക്കാം. ഉത്തരം കിട്ടുന്നത് വലിയൊരു സംഭവമല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രസക്തി അതല്ല ഇവിടെ വിഷയം. ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ സൂക്ഷിക്കണം, ഉത്തരം കിട്ടിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ സൂക്ഷിക്കണം. ഓപ്ഷൻസ് എപ്പോഴും എക്സാമിൽ തരുന്നത് നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യുന്ന രീതിയിലാണ്. 4-5 ഓപ്ഷൻ തരുന്ന എക്സാംസിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇവർ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ചോദ്യം സെറ്റ് ചെയ്യുന്ന ആൾക്ക് ഓൾറെഡി ഉണ്ട്. സത്യമായിട്ടും 25 മേ ബി ഈ ചോദ്യത്തിൽ ആദ്യത്തെ ഓപ്ഷൻ ആവാം. 25 പലരുടെയും മനസ്സിൽ കൂടെ പോയൊരു നമ്പറാണ്. ഈ ചോദ്യം സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പലരുടെയും മനസ്സിൽ കൂടെ ഓടിപ്പോയൊരു നമ്പറാണ് 25. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ 25 ആയിരിക്കും. പലരുടെ അല്ല, എല്ലാവരുടെയും മനസ്സിൽ കൂടെ 25 പോയിട്ടുണ്ട്. ഓക്കെ, 71, 91 ഇതും ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിൽ കൂടെ കിട്ടിയ ഒരു ആൻസർ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 81 ഇത് കാണുമ്പോൾ പലർക്കും ഒരു പുഞ്ചിരി വരാം. നൺ ഓഫ് ദീസ് പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. നൺ ഓഫ് ദീസിനെ പുച്ഛിക്കരുത്. നൺ ഓഫ് ദി അബവ് എന്ന് ഉദ്ദേശിക്കുന്നത് മേലെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്നുമല്ല, ഉത്തരം വേറെ എന്തോ ആണ്. ആ വേറെ എന്തോ ഉത്തരം എന്താന്ന് നമുക്ക് അറിയണം. നമുക്ക് കിട്ടിയ ഒരു ഉത്തരം മേലെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് നൺ ഓഫ് ദി അബവ്, നൺ ഓഫ് ദീസ്. ഉത്തരം പലർക്കും ഇതിൽ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു. എന്നാലും ശ്രദ്ധിക്കാം, 6 and 11 ഡിഫറൻസ് ആണ് ഏറ്റവും ആദ്യം ഭൂരിഭാഗം ആൾക്കാരും നോക്കിയിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും സീരീസിന്റെ ചോദ്യം വരുമ്പോൾ
ഏറ്റവും ആദ്യം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളും ചെയ്തിട്ടുള്ളത്, ഒരു തെറ്റുമില്ല. പക്ഷെ ഞാനടക്കം ഇത് ചെയ്യുന്ന ആരുമായാലും ആദ്യം അത് തന്നെയാണ് ചെയ്യുക. ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടതും അത് തന്നെയാണ്. പക്ഷേ സീരീസിനെ സംബന്ധിച്ച്, ഈ ഒരു ടോപ്പിക്കിനെ, ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് 18ാമത്തെ അടവാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഞാനും അതാണ് ചെയ്യാൻ പോകുന്നത്, ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ അത് 18ാമത്തെ അടവാണ്. ഒന്നും നടന്നില്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം, ഒന്നും നടന്നില്ല അപ്പോൾ ചെയ്യുന്ന അവസാനത്തെ അടവ്, അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, 6 and 11 ഡിഫറൻസ് 5. 11 and 21, ഒരു മിനിറ്റ്. 6 and 11 ഡിഫറൻസ് ആണല്ലോ, 5 ആണല്ലോ, ഉറപ്പാണല്ലോ? വീണ്ടും ചോദിക്കാം, 6 and 11 ഡിഫറൻസ് ഉറപ്പാണല്ലോ? ഓക്കെ, കാൽക്കുലേറ്റർ മൊബൈലൊന്നും അടുത്ത് ഉപയോഗിക്കരുത്. നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചതാണ് 6 and 11 ഇടയിലുള്ള വ്യത്യാസം. ഓക്കെ, വിഷമിക്കേണ്ട. ഡൗട്ട് തോന്നുന്നുണ്ടോ? സാർ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ചോദിച്ചെന്ന് വിചാരിക്കണ്ടോ? വിട്ടുകളാ, പറയാം. 11 and 21 ഡിഫറൻസ് 10. 21 and 36 ഡിഫറൻസ് 15. 36 and 56 ഡിഫറൻസ് 20. ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള അത്യാവശ്യം മാത്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർ, അല്ലേ? കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട് ആണ് നിങ്ങളിത് കണ്ടുപിടിച്ചത്, ഉറപ്പാണല്ലോ അല്ലേ? അങ്ങനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം, ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം, ഈ രണ്ട് നമ്പറിന്റെ ഇടയിലുള്ള വ്യത്യാസം, ഈ രണ്ട് നമ്പറിന്റെ ഇടയിലുള്ള വ്യത്യാസം, അങ്ങനെ എഴുതി പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 5, 10, 15, 20 എന്തോ ഒരു പാറ്റേൺ കിട്ടി, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് കണ്ട ഇജോട്ടിയിൽ, നമ്മൾ ഇത്തിരി മുമ്പ് ഓർത്ത് വെച്ച ഇജോട്ടിയിൽ 5, 10, 15, 20 കഴിഞ്ഞാൽ 25, 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 25 ആണ് എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകുന്ന 25. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കണ്ടുപിടിച്ച ഒരു നമ്പറാണ് 25. പുതിയതായി കണ്ടുപിടിച്ച ഒരു നമ്പറാണ് 25. നിങ്ങൾ ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഒരു കണ്ടെത്തൽ ഓപ്ഷനിൽ കാണുമ്പോൾ ചിലരെങ്കിലും ആക്രാന്തം കൊണ്ട് വേണമെങ്കിൽ പറയാം, ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഈ ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത്, ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നത് നമ്മളെ ഒന്ന് ചതിക്കുഴിയിൽ കണ്ണിങ് ആയിട്ട് അവർ വീഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സൂക്ഷിക്കണം. 25 ഉത്തരമല്ല. 25 അടുത്ത നമ്പറിലേക്കല്ലേ നമ്മൾ സഹായിക്കുന്ന ഒരു നമ്പറാണ്. അതായത് 56-ൽ 5 ആഡ് ചെയ്തപ്പോൾ 11, 11-ൽ 10 ആഡ് ചെയ്തപ്പോൾ 21, അങ്ങനെ പോകുമ്പോൾ 56-ൽ 25 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുക. അപ്പൊ ഞങ്ങൾക്ക് ഉത്തരം കിട്ടി സാറേ എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 56-ഉം 25-ഉം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഉത്തരം. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഇത് ആഡ് ചെയ്യണമല്ലോ, ഒന്ന് കൺഫേം ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ബുക്കിൽ റഫ് വർക്ക് ചെയ്ത ആൾക്കാർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരുമല്ല, ചിലവരും. ആ ചില ആൾക്കാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ചെയ്യുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അത്ര ടൈം കൺസ്യൂമിങ് ആണോ സാറേ? ശരിയാണ്, 2-3 സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ കഴിഞ്ഞോളും. ഒരു സെക്കൻഡ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ഒരു എക്സാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഇത് ആഡ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരല്ല നിങ്ങൾ. ഇച്ചിരി മുമ്പ് ഞാൻ വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചു 6 and 11 ഡിഫറൻസ് എന്താണ്, വീണ്ടും നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അവിടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ലാപ്ടോപ്പിലോ നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്വയം പറഞ്ഞു 5 അല്ലേ, ഈ സാർ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്? അങ്ങനെ ചെയ്ത ആൾക്കാർ, അങ്ങനെ ഉറപ്പിച്ച് ഇത് 5 ആണ് അത്രയ്ക്കും ഉറപ്പില്ല ആൾക്കാർ ഇത് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ആ ശീലം, ആ ഹാബിറ്റ് ശരിയല്ല, അത് മാറ്റണം. കാരണം ഇതിന്റെ ആവശ്യം ഇല്ല. ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്ന സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ, നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ ഒരു ഉറപ്പില്ലാത്ത കാരണം, സംശയമില്ലതുകൊണ്ട്, കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്. ശരിയല്ലേ? നിങ്ങൾക്കറിയാം 56-ഉം 25-ഉം 81 71-ഉം 91 കിട്ടിയത്. 10 അങ്ങോട്ടോ 10 ഇങ്ങോട്ടോ മാറിയ ആൾക്കാരുടെ സ്പീഡിൽ ചെയ്തപ്പോൾ അവർക്കാണ് ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത്.
81 ഉത്തരം. പക്ഷെ അതിനു വേണ്ടി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 6 + 5 11, 1 carry, 5 + 1 6 + 2 81. ഇത് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഇടയിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത് ചെയ്തായിരുന്നോ? ഇപ്പൊ നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ 56 25 ആഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ വളരെ ദൂരമൊന്നും ഇല്ലാണ്ട് വിദൂര കാലത്തിൽ ഇതും ചെയ്തോളും. അടുത്ത് തന്നെ നിങ്ങൾ ഇതും ചെയ്തോളും. 56 25 ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതും അടുത്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ശരിയല്ലേ? ഇത് ചെയ്യാൻ നിങ്ങൾ പലരും ചിരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഓൾറെഡി. ഇത് ചെയ്യുന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ. 1ൽ 6 പോവില്ല. നമ്മൾ പണ്ട് മാത്സ് 2ാം ക്ലാസ്സിൽ ചെയ്യുന്ന മാത്സ് 1ൽ 6 പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കടം മേടിക്കും. 1നെ വെട്ടിയിട്ട് 0 ആക്കുന്നു, ഇവിടെ 1 എഴുതുന്നു. 11ൽ 6 കളയുമ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ ശ്രമിച്ചത് ശരിയല്ലേ? ഇത്തിരി സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടത്തരല്ലേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് മണ്ടത്തരാണെങ്കിൽ അത് ചെയ്യുന്നത് വലിയ തെറ്റൊന്നുമില്ല, മണ്ടത്തരം തന്നെയാണ്. ഗൈസ്, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ മനസ്സ് ചെയ്ത കാര്യം 6ഉം 11ഉം വ്യത്യാസം, 7 8 9 10 11 5 വ്യത്യാസം. അല്ലാണ്ട് ആരും പിന്നിലേക്ക് വരാറില്ല. 11ൽ 10 9 8 7 6 അങ്ങനെയാണോ ചെയ്യാറ്? അല്ല, മുമ്പിലേക്ക് തന്നെയാണ് പോവാറ്. സബ്ട്രാക്ഷൻ ചെയ്യേണ്ട സ്ഥലത്ത് പോലും നമ്മൾ എഡീഷൻ ആണെന്ന് ചെയ്യാറ്. മുമ്പിലേക്ക് പോയിട്ടാണ് നമ്മൾ നോക്കാറ് എത്ര വ്യത്യാസം ഉണ്ടെന്ന്. കാരണം നമുക്ക് എഡീഷൻ ആണ് ഇഷ്ടം, സബ്ട്രാക്ഷൻ അല്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, കോൺഫിഡൻ്റ്ലി ചെയ്യാൻ സാധിക്കും. ഇങ്ങനത്തെ കോൺഫിഡൻസ് കുറവ് ശീലങ്ങൾ ഇപ്പൊ തന്നെ മുറിച്ചു മാറ്റണം. ഇസ് ഇറ്റ് ക്ലിയർ? 56ഉം 25 ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ 6ഉം 11ഉം വ്യത്യാസം 5 ആണ് അറിയുന്ന നിങ്ങൾക്ക് 6ഉം 5ഉം 11 ആണെന്ന് അറിയാം. അപ്പൊ 56ൽ 25ന്റെ 5 കൊടുക്കാം. 6ഉം 5ഉം 11 ആണെങ്കിൽ 56ഉം 5ഉം 61 ആണ്. 61ൽ 20 കൊടുക്കാൻ പ്രയാസമില്ല. 71 81. Is it clear? So the answer is 81. Using minimum rough work, using minimum thinking, വളരെ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തും. ഏറ്റവും ബേസിക് ആയ ടൈപ്പാണ് നമ്മൾ കണ്ട ആദ്യത്തെ ചോദ്യം. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ 3 ചോദ്യങ്ങൾ ഞാൻ അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്യുക, 3ഉം എഴുതുക, നിങ്ങളുടെ രീതിയിൽ സോൾവ് ചെയ്യുക, സമയം ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സമയത്തിനുള്ളിലാണ് 3ന്റെയും ആൻസർ കിട്ടിയത്. എന്നിട്ട് വീണ്ടും വീഡിയോ പ്ലേ ചെയ്തിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. പോസ് ചെയ്തോളൂ, എഴുതിയോളൂ, സോൾവ് ചെയ്യൂ, ആൻഡ് ദെൻ കം ബാക്ക്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ 3ന്റെയും ആൻസർ കിട്ടിയിട്ട് തിരിച്ചു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3ഉം അടുപ്പിച്ച് എഴുതാൻ കാരണമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. 3ഉം ആൻസർ കിട്ടി മുമ്പിലിരിക്കുന്ന ആൾക്കാരോട് ഉത്തരങ്ങൾ ഇതിനൊപ്പം തന്നെ ഞാൻ പറയാം, എക്സ്പ്ലനേഷനും തരാം. പക്ഷെ സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയായിരുന്നു? ഫസ്റ്റ് ചോദ്യം പോലെ തന്നെ ചിന്തിക്കുമ്പോൾ വ്യത്യാസം, ഡിഫറൻസ് നോക്കാം. 10ഉം 18ഉം വ്യത്യാസം 8, 18ഉം 28ഉം വ്യത്യാസം 10, 28ഉം 40ഉം വ്യത്യാസം 12. ഇത്രയ്ക്കും ആവുമ്പോഴേക്കും 8 10 12 ആകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടും എന്ന് പറയുന്ന പോലെ ഒരു പാറ്റേൺ സ്ട്രൈക്ക് ചെയ്യും. 8 10 12 ഇത് ഈവൻ നമ്പേഴ്സ് ആണല്ലോ, അടുത്തത് 14 ആയി കൂടെ. അങ്ങനെ ചിന്തിക്കുന്ന ആള് കാണുന്നതാണ് 40ഉം 54ഉം വ്യത്യാസം 14. അല്ലാണ്ട് വ്യത്യാസം നോക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ പാറ്റേൺ നോക്കല്ല. ഒരു 8 10 12 ആയപ്പോൾ തന്നെ നമ്മൾ ഏറെക്കുറെ കോൺഫിഡൻ്റ് ആയി. പിന്നെ നമ്മളാണ് ആവശ്യപ്പെടുന്നത് 14 ആയി കൂടെ, 14 ആയി, ഇനി 16 ആയി കൂടെ. 16 ആണോ? 54ഉം 10ഉം 64, 64ഉം 6ഉം 70. ശരിയാണ്, 16 ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉപകാരം എന്താണ്? അടുത്തത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. 18, 8 10 12 14 16 18 70 പ്ലസ് 18 88. ആൻസർ കിട്ടിയ എല്ലാവരും, ആൻസർ മാത്രമല്ല ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയാണ് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ടത്, സമയം ലാഭിക്കേണ്ടത്. അടുത്തത് അതുപോലെ തന്നെ 1ഉം 5ഉം വ്യത്യാസം 4, 5ഉം 13ഉം വ്യത്യാസം 8,
കൈ ഉപയോഗിച്ചിട്ടാണോ, ബുക്ക് ഉപയോഗിച്ചിട്ടാണോ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? അഞ്ചുമാണ് 10, 10 3 13. സോ 5 3 8, 13 25 12, 4 8 12. Now we know how things are going, right? So 25 becomes 35, 35 becomes 40, 15, and 40 becomes 41, 16. 4 8 12 16. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ 20 ആണ്. 41ൽ 20 ആഡ് ചെയ്യുമ്പോൾ 61 ആണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ പോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം ഡിഫറൻസിനെ കുറിച്ചായിരുന്നു. നാലാമത്തെ ചോദ്യം 1ഉം 9ഉം വ്യത്യാസം 8, 9ഉം 25ഉം വ്യത്യാസം 16, 25ഉം 49ഉം 49 is very close to 50. 25ഉം 25ഉം ആണ് 50. അപ്പൊ 49 എന്ന് പറയുമ്പോൾ ഒന്ന് കുറയ്ക്കാം 25ന്ന് 24. 8ഉം 16ഉം 24ഉം അത്യാവശ്യം സ്കൂൾ ഡേയ്സിൽ മാത്സ് ടേബിൾ സ്ട്രോങ് ആയിട്ട് പഠിച്ച ബൈ ഹാർട്ട് ചെയ്ത ആൾക്കാർക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതെന്താണ്, 8ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 16 24. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 32 ആണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ 49 becomes 59, 69, 79 plus 2 32. 8 16 24 32. 8ന്റെ ടേബിളിൽ വരുന്ന അടുത്തത് 40 ആണ്. 81ഉം 40ഉം ആഡ് ചെയ്യാൻ പോകരുത്, ഐ മീൻ എവിടെയും എഴുതാൻ പോകരുത്. 91 101 111 121. ആൻസർ ഇസ് 121. പക്ഷേ ആൻസർ 121, ഒരു തെറ്റുമില്ല. ആൻസർ ഇസ് 121. എനിക്ക് എഴുതാത്തത് ഈ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി വെച്ചിട്ട് ആ ആൻസർ കിട്ടിയതിൽ വലിയ സംഭവമൊന്നുമല്ല. എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടി, നമ്മുടെ പോലെ സാധാരണ ചിന്തിക്കുന്ന എല്ലാവർക്കും കിട്ടും. നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന MBA എൻട്രൻസ് എഴുതുന്ന എല്ലാവർക്കും ഈ ഉത്തരം കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരാളായിട്ട് മാറണമെങ്കിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം. ഈ ചിന്താഗതി ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയപ്പോൾ തന്നെ, ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന 18ാം തടവ്, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഒന്നും നടന്നില്ലെങ്കിൽ ചെയ്യുന്ന കാര്യമാണ് വ്യത്യാസം നോക്കുക. പക്ഷേ ഈ നമ്പേഴ്സ് കാണുമ്പോൾ മുമ്പ് ചെയ്ത പോലെ വ്യത്യാസം ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ ഇന്ന് തന്നെ ചെയ്ത ഒരു കാര്യം ഓർമ്മ വരുന്നില്ലേ? 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ, 9 സ്ക്വയർ. ഞാൻ സംസാരിക്കുന്നത് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയറിനെ കുറിച്ചാണ്. 1 3 5 7 9. അടുത്ത ഓഡ് നമ്പർ 11 ആണ്. 11ന്റെ സ്ക്വയർ ആയ 121. അതായത് ഒരേ ഉത്തരം കണ്ടുപിടിക്കാൻ പല പാറ്റേൺസ് ഉണ്ടാവും, പല സ്റ്റൈൽ ഉണ്ടാവും. നമുക്ക് വേണ്ടത് ഏറ്റവും എളുപ്പമായി വളരെ പെട്ടെന്ന് കിട്ടുന്ന മെത്തേഡും ആൻസറുമാണ്. സീരീസ് എന്ന ടോപ്പിക്കിൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ തുടങ്ങി വെച്ചത് നമ്മൾ ചെയ്ത സ്പീഡ് മാത്സിന്റെ ഒരു ഉപകാരം എവിടെയൊക്കെ വരും എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ്. ഇനിയും ഒരുപാട് നമ്പർ സീരീസും ലെറ്റർ സീരീസുമായി ഒരു മേ ബി ഒരു 1 hour സെഷൻ അതിൻ്റെ ഉള്ളിൽ സീരീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. മേ ബി ലെസ് ദാൻ ദാറ്റ്, വളരെ പെട്ടെന്ന് കഴിഞ്ഞോളും. And then we'll be switching to other topics. So for an introduction, logical reasoning and quantitative aptitude നമ്പേഴ്സും ലെറ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനൊപ്പം തന്നെ എങ്ങനെ ചില ബേസിക്സ് സ്ക്വയർസും ഡബിൾസും ലെറ്റേഴ്സും എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം, എങ്ങനെ അവരോട് നമ്മൾ അപ്രോച്ച് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് ചില ചോദ്യങ്ങളിൽ നമുക്ക് ഉപകാരം വരാം എന്ന് നമ്മൾ അറിയാൻ തുടങ്ങി. ഇതോടെ തുടക്കം മാത്രം. ഈ അറിവിലൂടെ ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ പ്രാക്ടീസിലൂടെ അതിനേക്കാളും ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇന്ന് നമ്മൾ ചെയ്ത സ്ക്വയർസ്, ക്യൂബ്സ്, ഡബിൾസ്, ലെറ്റേഴ്സ് ആൻഡ് പൊസിഷൻസ്, അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് വളരെ പെട്ടെന്ന് വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഐ ഗ്യാരണ്ടി യു ഫോർ ദാറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. സോ ടിൽ വി മീറ്റ് ഫോർ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു. ഈ കാലത്ത് എല്ലാവരും പറയാറുള്ള പോലെ stay home, stay safe.
താങ്ക് യു.